ചന്തക്കുന്നിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംസാരിക്കുകയാണ്. അൻവറിനെതിരെ വിമർശനമുയർത്തുന്നു. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ, കേരളത്തിലെ പോലീസ് സംവിധാനത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ എ വിജയരാഘവന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. കേരള ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് RSSന്റെ അജണ്ടയാണ്. ഗവർണർ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, ഇതിനോടെല്ലാം ഏറ്റുമുട്ടുകയാണ്. ഇവിടെ ആർക്ക് മുമ്പിലും കീഴടങ്ങുന്ന പാർട്ടിയല്ല ഈ പാർട്ടി എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നു എ വിജയരാഘവൻ. ഒരു കാലത്ത് PV അൻവറിനെ അതിരൂക്ഷമായി വിമർശിച്ച മാധ്യമങ്ങൾ ഇപ്പോൾ PV അൻവറിന് പിന്നാലെ പായുന്നു എന്നുള്ള വിമർശനവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അത് എ വിജയരാഘവന്റെ വാക്കുകളിലേക്ക് വേണ്ടി കരുത്ത് കാണിച്ച പോരാളിയുടെ പേര് സഖാവ് EK ഇമ്പിച്ചി ബാവ എന്നാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മതന്യൂനപക്ഷത്തിന് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയതിൻ്റെ പേരിലാണ് ആഹ്വാനവും താക്കീതും എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് ദേശാഭിമാനി പത്രം നിരോധിച്ചതും കണ്ടുകിട്ടിയതും. പാരീസ് കമ്മ്യൂണാണ് മലബാർ കലാപം എന്ന് പ്രസംഗിച്ചതിൻ്റെ പേരിൽ സ്വാതന്ത്ര്യദിനത്തിൽ ജയിലിൽ കടന്നത് AK ഗോപാലനാണ്. 1957 ഞങ്ങൾക്ക് ഗവൺമെൻറ് കിട്ടിയപ്പോൾ ആദ്യം ചെയ്ത പ്രവർത്തനങ്ങളിൽ ഒന്ന്, ന്യൂനപക്ഷ വിരുദ്ധമായി എത്രയോ വർഷങ്ങൾ ഇന്ത്യയിലെ നിയമപുസ്തകത്തിൽ മുസൽമാനെ ഏത് സമയത്തും പിടിച്ചുകൊണ്ടുപോയി ജയിലിലടയ്ക്കാൻ, കൂട്ടപ്പിഴ ചുമത്താൻ വെള്ളക്കാരനുണ്ടാക്കിയ മാപ്പിള ഔട്ട്റേജസ് ആക്ട് പിച്ച് കീറിയ നേതാവിൻ്റെ പേര് EMS നമ്പൂതിരിപ്പാടെന്ന്. അത് ഞങ്ങളുടെ പാർട്ടിയാ. ആരാ ഇവിടെ മുസ്ലിം ആരാധനാലയങ്ങൾക്ക് പുതുക്കിപ്പണിയാനും പുതുതായി തുടങ്ങാനും തീരുമാനമെടുത്തതാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മലപ്പുറം ജില്ല ഏറനാടൻ മുസ്ലിമിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്നു മലപ്പുറം നേർച്ച. ഇപ്പില്ല. ഇപ്പൊ കുറച്ച് മതമൗലികതാവാദം വന്നുകൊണ്ട് നേർച്ചയില്ല. പക്ഷെ ഒരു കാലത്ത് വേറൊരർത്ഥം കൊടുക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്നടക്കമുള്ള വിമർശനം എ വിജയരാഘവൻ ഉയർത്തുന്നുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ അടിത്തറയിലാണ് ജില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിനെതിരെ PV അൻവർ ഉയർത്തിയ വിമർശനങ്ങളെ തള്ളുന്നു. PV അൻവറിനെ കടന്നാക്രമിക്കുന്നു എ വിജയരാഘവൻ.